CPIM സംബന്ധിച്ചോളം ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ CPIM ഇക്കാര്യത്തിൽ വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് ഇക്കാര്യത്തെ സമീപിച്ചിട്ടുള്ളത്. ഇതിന്റെ അന്വേഷണത്തെ തുടർന്ന് അന്വേഷണത്തിൽ ഏത് ഉന്നതൻ കുടുങ്ങിയാലും CPIM രാഷ്ട്രീയപരമായി ഇക്കാര്യത്തിൽ അതിന്റെ മികവ് പുലർത്തുന്നു എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം അന്വേഷണത്തെ ഒരു തരത്തിലും തടസ്സപ്പെടുത്തുന്നതിനോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നടപടികളെ ഏതെങ്കിലും തരത്തിൽ മരവിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള യാതൊരു ഇടപെടലുകളും CPIM നടത്തിയിട്ടില്ല എന്നുള്ളതാണല്ലോ പത്മകുമാറിനെ പോലെ CPIMന്റെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ മറുവശത്തു നിന്ന് വരാനുള്ള ഒരു വാദം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിതാന്ത ജാഗ്രതയിലാണ് ഈ കേസിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPIMനെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതരുത്. കാരണം ഇവിടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സർ ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടുന്നതിന് CPIMോ ഗവൺമെന്റോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണല്ലോ നാം ഇപ്പൊ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് വാസു സാർ അടക്കം അതുപോലെ തന്നെ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇപ്പോ ജയിലറയിൽ ആയിരിക്കുന്നത് എന്ന നിർഭാഗ്യകരമായ സാഹചര്യത്തിലേക്ക്. ഞാനതിന്റെ നിയമവശങ്ങൾ വളരെ കൃത്യമായി പരിശോധിച്ച ഒരാളെന്ന നിലയിൽ കൂടി ആണ് ഞാനിത് പറയുന്നത്. നിർഭാഗ്യകരം എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ നിങ്ങൾ കരുതരുത് വിചാരിക്കരുത്. കാരണം ഇത് ഒരു ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡോ കോർപ്പറേഷനോ ഒക്കെ അല്ല ശ്രീ ഭാസ്കർ, ഇതുപോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് തന്നെയാണല്ലോ. അദ്ദേഹമാണല്ലോ ആഭ്യന്തരമന്ത്രി. അപ്പോൾ അവർ പ്രതികളല്ല അല്ലെങ്കിൽ അവർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ ടെക്നിക്കാലിറ്റിക്ക് അപ്പുറത്തേക്ക് നാട്ടുകാരോട് വിശദീകരിക്കാൻ പറ്റുമോ CPIMന്? അല്ല, ഇതില് അങ്ങനെ തെറ്റിദ്ധരിക്കുക എന്നുള്ളതല്ല. ഇതിന് അടിസ്ഥാനപരമായി നാം പരിശോധിക്കേണ്ട വിഷയങ്ങൾ കൂടി ഇക്കാര്യത്തിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പത്മകുമാറും അതുപോലെ തന്നെ വാസു സാറും ഒക്കെ തന്നെ ഇപ്പോ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇപ്പോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരുന്നതിന് ഒരൊറ്റ കാരണം മാത്രമാണ്. അതായത് ശ്രീകോവിലിലെ വാതിൽ പാളികളിൽ ഉണ്ടായിരുന്ന പഴയ ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബോധപൂർവമല്ലാത്ത വീഴ്ചകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോ അത്തരം വീഴ്ചകളെ തുടർന്നാണ് ഇപ്പോ അവർ ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടിരിക്കുന്നതും കാരാഗ്രഹവാസത്തിലേക്ക് അതിന്റെ ഫലം ചെന്നെത്തുകയും ചെയ്തിരിക്കും. വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാം.